സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹകരാ. ഒന്ന് പറ മനുഷ്യന്മാരെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമേതാ? സ്വർഗത്തിന്റെ ഭക്ഷണമല്ല, ആ സ്വർഗത്തിലെല്ലാ ഭക്ഷണമുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുണൻ മുളയ്ക്കുന്നതാ കുറയണ്ട. സ്വർഗത്തിൽ ഇരുന്നിട്ട് ഏത് പഴം വേണമെന്ന് ആഗ്രഹിച്ചാൽ മതി, ആ പഴം നിന്റെ മുമ്പിൽ വന്ന് വീഴും. ആ പഴം പറിക്കപ്പെടും, അതേ സ്ഥാനത്ത് വേറൊരു പഴം മുളച്ചിട്ടും വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിനക്കിഷ്ടപ്പെട്ടതെന്നാണോ? മട്ടനാണ് ഇഷ്ടമെങ്കിൽ മട്ടനുണ്ട്, ചിക്കനാണ് ചിലർക്ക് ചിക്കനാണ്, ചിലർക്ക് ബീഫാണ് ബീഫാണ്. അല്ലാഹു പറയുന്നു നീ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ ഇറച്ചിയും ഇവിടെയുണ്ട്. നിങ്ങൾ മലപ്പുറംകാർ കേട്ട ഇഷ്ടം സ്പ്രിംഗ് കോഴിയാണ് അല്ലേ? കാടക്കോഴിയാണ്. ഇല്ല, ഒരു ദുനിയാവാഹുരില്ലാത്തൊരു കോഴിയുണ്ട്, സ്പ്രിംഗ് കോഴിയാണ്. കോഴിക്കോട് നിങ്ങൾക്ക് ആ കാടക്കോഴിയാണ് ഇഷ്ടം അല്ലേ? കോഴിക്കോടുകാർക്ക് ഇഷ്ടം കാട. മലപ്പുറത്തോട്ട് പോയാൽ അരക്കാടയ്ക്ക് 1000 കോഴി, അര മെസ്സിക്ക് 1000 നെയ്മ. അതാണ് മലപ്പുറത്ത്. അല്ലാഹു സ്വർഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പക്ഷിയുടെ ഇറച്ചി ഞാൻ അവിടെ തരാം. നാളെ സ്വർഗത്തിൽ അല്ലാഹു തിന്നാൻ തരുന്നത് കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനുമാണ്. സ്വർഗത്തിൽ കയറുമ്പഴേ കിട്ടുന്നൊരു ഭക്ഷണമുണ്ട്. കയറുമ്പഴേ അല്ലാഹു തരുന്ന ഭക്ഷണം ഏതാ? എന്താ പറ മനുഷ്യന്മാരെ, നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയാ ഇപ്പൊ സാധനം ഓർഡർ ചെയ്താലും 15 മിനിറ്റ് കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഒരു വിരസത ഇല്ലാതാവാൻ സ്റ്റാർട്ടറുണ്ട്, സൂപ്പ് ഇല്ലേ, ചെറിയ സൂപ്പുകള്, ഹോട്ട് ആൻഡ് ഷുവർ ഉണ്ട്, പോപ്കോൺ ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റാർട്ടറുകളുണ്ട്. അത് മെയിൻ മെനു പിന്നെയാണ്. ഇത് ആദ്യം ഒരു സ്റ്റാർട്ടറാണ്. സ്വർഗത്തിലേക്ക് കയറുമ്പോൾ അല്ലാഹു സ്റ്റാർട്ടർ തരും, പിന്നെയാണ് മെയിൻ മെനു. ചിക്കൻ അൽഫാം, ചിക്കൻ 65, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ മദ്ബൂത്ത, ചിക്കൻ മഖ്ബൂസ, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിസി, ചിക്കൻ ഖിയാമുൻ ബിൻ നഫ്സ്, ചിക്കൻ ഇറാദത്ത്, സമ്മ, ബസർ, ഇങ്ങനെ പലവിധ കോഴികളുണ്ട്. ആദ്യമേ അല്ലാഹു തരുന്നത് സ്വർഗത്തിലേക്ക് കയറുമ്പോ ആദ്യത്തെ ഭക്ഷണം ഏത് നബിയെ എന്ന് ദൂതന്മാർ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ കയറുമ്പോഴേ അല്ലാഹു തരുന്നത് പൊരിച്ച മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മീനിന്റെ കരൾ പൊരിച്ചു തരും. ആ മീനിന്റെ കരൾ നല്ല സ്പൈസി ആയിട്ട് പൊരിച്ചു തരുമ്പോ അതിന്റെ കൂടെ കുടിക്കാൻ തരുന്നതേടാ പിടിയാടെ തന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. പിടിയാടെ തന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കള്ളിന്റെ പുഴ, യൂണിക്കണ്ട, അടിയുണ്ടാക്കണ്ട, ഒന്നും നോക്കണ്ട, കള്ളിന്റെ പുഴയാണ് ഇവിടെയുള്ളത്. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് കള്ളിന്റെ പാത്രം വെച്ചിട്ട് ചോദിക്കും, കള്ള് വേണോ, കള്ള് വേണോ? ആ കള്ള് ദുനിയാവിലെ കള്ള് പോലെയല്ല. ദുനിയാവിലെ കള്ളൊരു കോട്ടറടിച്ചാൽ പിന്നെ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലട രാമ. എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകത്തിട്ടിടരുകരൈ. അത് കുടിച്ചാ പിന്നെ ഹൈവേക്ക് തീരെ ബോധം, പിന്നെ തീരെ വീതി പോകാണ്ട് തോന്നും. പക്ഷേ സ്വർഗത്തിലെ കള്ളങ്ങനെയല്ല. അത് കുടിച്ചാലും മത്തുമില്ല, ലഹരിയുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വർഗത്തിലെ കള്ള് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ കള്ളിന്റെ പേരെന്താ? ഇവിടെ പേരുണ്ടല്ലോ, ഓരോ കുപ്പിക്ക് ഓരോ പേരാ ഇല്ലേ? മുത്തക്കീങ്ങളും ഉണ്ടായിരിക്കണമൊക്കെ ഒന്നും അറിഞ്ഞൂടാ, കഷ്ടം. ഇത് കണ്ടവർ എന്തോ ഒരു മുത്തക്കീങ്ങളാ നിങ്ങള്. ഇവിടെ കുപ്പിക്ക് പേരില്ലേ? ഞാൻ എന്റെ ന്യൂ ജനറേഷന് വേണ്ടി ഇപ്പൊ വാത് പറയാണ്. സ്വർഗത്തെ സരസമായി എന്റെ ഗാംഭീര്യം വിട്ടു. ഇനി ഞാൻ സ്വർഗത്തെ കുറിച്ച് നിങ്ങളോട് ആശിപ്പിക്കുകയാണ്. എന്റെ ഗാംഭീര്യത്തിന്റെ പ്രസംഗം വിട്ടു ഞാൻ. ഇനി ഞാൻ എന്റെ ന്യൂ ജനറേഷനോട് ആശിപ്പിക്കുകയാണ്. സ്വർഗം ആശയാണ്, സ്വർഗം ഒരാഗ്രഹമാണ്. മുത്തുനബിയുടെ ഒരു ഹദീസുണ്ട്, നിങ്ങൾ സ്വർഗം ചോദിച്ചാൽ പെരുവരൽ കുത്തി നിൽക്കാൻ സ്ഥലം ചോദിക്കല്ലേ. സ്വർഗത്തിന്റെ മൂലയിൽ എന്നെ നിർത്തണേ എന്ന് നിങ്ങൾ വിനയത്തോടെ ചോദിക്കല്ലേ. സ്വർഗം ചോദിച്ചാൽ അല്ലാഹുവോട് എപ്പോ ചോദിച്ചാലും എപ്പോ ചോദിച്ചാലും ഫിർദൗസേ നിങ്ങൾ ചോദിക്കാവൂ.
സ്വർഗത്തിന്റെ ഓരം അങ്ങനെ ദുആയെ പാടില്ല, ഫിർദൗസേ ചോദിക്കാവൂ. ഒരു പ്രതീക്ഷയാണ് അല്ലാഹുവേ, സ്വർഗത്തിന്റെ കാര്യത്തിൽ അഹങ്കാരത്തോടെ ചോദിക്കണം, എനിക്ക് ഫിർദൗസ് വേണം, ഒരു മൂലയൊന്നും വേണ്ട. റബ്ബേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, ആ സ്വർഗത്തിന്റെ വീട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടെ കുടിക്കാതിരുന്ന കല്ലിന്റെ പേരെന്താ? വയുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. ഖുർആൻ സൂറത്ത് തത്ഫീഫ്. അവിടുത്തെ കല്ലിന്റെ പേര് അർ-റഹീഖുൽ മഖ്തൂം. എന്താ പേര്? ആരെ ചോദിച്ചാൽ പറയണ്ടോ? അർ-റഹീഖുൽ മഖ്തൂം. ഖുർആൻ സൂറത്ത് തത്ഫീഫ്. ബാക്കി 2.5 മണിക്കൂർ പ്രസംഗിച്ച ഖുർആനാണ്. റഹീഖുൽ മഖ്തൂം എന്ന് പറഞ്ഞാൽ അൽ ഖംറു സാഫിയ, കലർപ്പില്ലാത്ത കള്ള്. മണിച്ചന്റെ കള്ളല്ല, അൽ ഖംറു സാഫിയ, കലർപ്പില്ലാത്ത കള്ള്. ആ കള്ളു കൊണ്ടുവന്ന് വിളമ്പിത്തരുന്നതാരാ? ന്യൂഇയറിന്റെ ആഘോഷത്തെ വലിച്ചെറിയേ സുന്ദരികളായ പെണ്ണുങ്ങളാണ് വിളമ്പിത്തരുന്നത്. കൈകൊട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്. ആ പെൺകുട്ടികൾ നിന്നെ അറ്റത്തിരുത്തിയിട്ട് അവര് ഡാൻസ് കളിക്കും, എന്നിട്ട് കല്ല് വിളമ്പിത്തരും. ഹബീബായ മുത്ത് പറഞ്ഞു, മൻ ശരിബഹാ ഫി ദുനിയാ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ഒരു തുള്ളി കല്ല് കുടിച്ചവൻ ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുകയില്ല. കുടിക്കാത്തവന് കല്ലിന്റെ രുചി അറിയണ്ടേ? ഞങ്ങൾ കുടിക്കാത്തതല്ല, ഞങ്ങൾ കുടിക്കാത്തതല്ല, ആഖിറത്തിന്റെ രുചി കുടിക്കാത്തവനെ അല്ലാഹു രുചിപ്പിച്ചു തരും. ഞങ്ങൾ പെണ്ണുങ്ങളെ ലൈനടിക്കാത്തതല്ല, അത് വീഴാത്തത് കൊണ്ടല്ല. കാരണം കണ്ണ് കാണിച്ചിട്ട് വീഴുന്നത് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വഴുതി വീണ പരുമീനുകളാവും. ഇവിടെ കണ്ണ് കാണിച്ച് വീഴ്ത്താതിരുന്നാൽ അല്ലാഹു നമ്മക്കൊരുക്കി വെച്ചിരിക്കുന്നത് ഊറുന മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം ഫബിഅയി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. ഖൈമക്കുള്ളിൽ കൂടാരത്തിനുള്ളിൽ ഹൂറി പെണ്ണുങ്ങളുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹു വലാ ജാൻ. ഒരു ജിന്നോ ഒരു മനുഷ്യനോ പെണ്ണിനെ തൊട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ കാണിച്ച, ഒരു ജിന്നോ ഒരു മനുഷ്യനോ തൊട്ടിട്ടില്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾ കാണിച്ച ദുനിയാവിൽ ഇല്ല. അതല്ല സ്വർഗത്തിൽ തരുന്നത് കൊണ്ടാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ സുഖം പിടിച്ചുപോയി വേണ്ട. എന്റെ സഹോദരങ്ങളെ, കള്ളു കുടിക്കാൻ തരും, കിടക്കാൻ തരുന്ന വീടേറാ, ഒറ്റമുത്തിനാലുള്ള മാളിക. അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകം കാണാം. അകത്തുള്ള മണ്ണുമ ചരനുമേക്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. ആ വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മരതകരത്നങ്ങളാണ്. പിന്നെ ഉള്ളിലെ കാര്യം പറയേണ്ടതുണ്ടോ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇപ്പൊ വീടായി കള്ളായി കുടിക്കാൻ, ഇനി വീടിന്റെ അകത്ത് കിടക്കാൻ കട്ടില് വേണം. എന്താ കട്ടില്? മുത്തഖീന അലാ സുറുരിൻ മർഫൂഅ. നല്ല ഇരുന്നാല് താണു പോകുന്ന കട്ടിലുകളുണ്ട്. പറക്കും ശരീരയിലുണ്ട്, കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി, പായുമേ പറയണ്ട. ആ കട്ടിലിൽ കയറിയിരുന്നിട്ട് എവിടെ പോകണമെന്ന് മനസ്സിലാഗ്രഹിച്ചാൽ മതി. ആ കട്ടില് നിന്നെയും കൊണ്ട് സ്വർഗം മുഴുവനും കറങ്ങി നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജപ്പാനിപ്പോ ഒരു കാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കാർ ഇരുന്നപ്പോ തല്ലോ പേഴ്സെടുത്തില്ലല്ലോ. മനസ്സിൽ ചിന്തിച്ചാ മതി, കാറ് തിരിച്ചു വീട്ടിലേക്ക് പോകും. ഇവിടെ മോനെ, ആഖിറം കമ്പ്യൂട്ടറൈസ്ഡായി. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കാൻ, പിന്നെ റബ്ബിനുണ്ടാക്കാൻ പറ്റില്ലേ? അല്ലാഹു നമുക്ക് അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. കട്ടില് കാറ് പോലെയാണ്, എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ മതി, കാറ് പോകും. ഇപ്പൊ വീടായി കട്ടിലായി, ഇനിയിപ്പോ ആര് വേണം? വീടായി കട്ടിലായി, ഇനി ആര് വേണം? ഇതൊരു നാണം. പിന്നെ അല്ലാഹു നിങ്ങൾക്ക് ഭാര്യമാരെ വെച്ചിട്ടുണ്ട്. ആ ഭാര്യമാരെ നിങ്ങൾ നേരത്തെ നിർത്തിയിരിക്കുകയാണ് കൂറിപ്പെണ്ണുങ്ങളെ. അവരെ കഴുത്തിൽ പേരെഴുതിയിട്ടുണ്ടാവും. ആരാണോ അവരെ ഭർത്താവ്, അവരുടെ പേര് കഴുത്തിലെഴുതിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ പേരെഴുതിയിരിക്കുന്നത് നോക്കിയാൽ മതി. ആരുടെ പേരാണ് ഉള്ളതെങ്കിൽ അവര് ഭർത്താക്കന്മാരുടെ പേരെഴുതിയിട്ടുണ്ടാവും. അപ്പൊ പോയി ഇങ്ങനെ നോക്കണം. അഷ്റഫ് കോരങ്ങാട്, അൽഹംദുലില്ലാഹ്. മാരന്റെ പേരിലും ആറിടയിക്കെടുത്തുണ്ട്, മന്നാന്റെ പേരും ഒന്നതിനടുത്തുണ്ട്. അവരുടെ 2 മാറുകളുടെ ഇടയിൽ അവരുടെ ഭർത്താവിന്റെ പേരും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അല്ലാഹുവിന്റെ പേരുമുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
പക്ഷേ ഈ ദുനിയാവിൽ സ്നേഹത്തോടെ മരിച്ചുപോയ ഭാര്യ ഭർത്താക്കന്മാർ അതേ ഭാര്യയെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ തരും. അള്ളാഹു നമ്മുടെ അതേ ഭാര്യമാരെ തന്നെ സ്വർഗത്തിൽ തരും. ഒരാമീനുടെ പണ്ടാൽ ഇവിടെ ഇടങ്ങാറായി, ഇപ്പൊ അവിടെ വരുമെന്ന് വിചാരിച്ചിട്ടാവും. അതാണ് സഹോദരങ്ങളെ ഏറ്റവും നല്ലത്. നമ്മുടെ ഇവിടത്തെ ഭാര്യ നമ്മുടെ മക്കളെ പ്രസവിച്ചതെന്ന, നമ്മളെ കാത്തിരുന്ന, നമുക്ക് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ പിടിച്ച് പ്രതീക്ഷയോടെ നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന നമ്മുടെ ഭാര്യ, അള്ളാഹു അവരോടൊത്ത് സ്വർഗം അള്ളാഹു തരട്ടെ, അള്ളാഹു സ്വർഗം തരട്ടെ. പെണ്ണുങ്ങൾ ചോദിക്കുന്ന സംശയമാണ്, ഉസ്താദെ ആണുങ്ങൾക്ക് ഹൂറുലിയങ്ങൾ ഞങ്ങൾക്കാരാൻ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ ദുനിയാവിലെ സാലിഹത്തായ പെണ്ണിന് ഊറി പെണ്ണുങ്ങളെക്കാൾ 7000 ഇരട്ടി സൗന്ദര്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ ഇരട്ടിയുള്ളതിനല്ലേ നമ്മൾ കൂടെ കൂട്ടു. ഇവിടുത്തെ പെണ്ണിനാണ് സൗന്ദര്യ സ്വർഗത്തിൽ കൂടുതൽ, ഹൂറി പെണ്ണിനല്ല. അള്ളാഹു ബോധം തരട്ടെ. അവസാന സഹോദരങ്ങളെ, അവസാനം അള്ളാഹു ആ ഭാര്യമാരോടൊത്ത് എല്ലാം ഉണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് മാറ്റി സ്വർഗത്തിൽ എല്ലാവരും ഇങ്ങനെ ഓടിക്കളിക്കും, സ്വർഗത്തിൽ ഓടിക്കളിക്കും. സ്വർഗത്തിൽ ഗാനമേളയുണ്ട്, സ്വർഗത്തിൽ ഒരു ചന്ത ദിവസമുണ്ട്, അങ്ങാടി ദിവസം. ഇവിടെ ഉണ്ടോ? അങ്ങാടിയിൽ ഒരു പ്രത്യേക ദിവസം, മാർക്കറ്റ് ദിവസം ഇവിടെ ഉണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? കോരങ്ങാട് അങ്ങാടിയിൽ ഏത് ദിവസം? ചൊവ്വാഴ്ചയാണ്. താമരശ്ശേരി അങ്ങാടിയിൽ ചൊവ്വാഴ്ചയാണ് ചന്ത ദിവസം. അന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളും താമരശ്ശേരി അങ്ങാടിയിൽ ഒരുമിച്ച് കൂടും. സ്വർഗത്തിലെ അങ്ങാടി ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സ്വർഗവാസികൾ മുഴുവനും ഒരുമിച്ച് കൂടും, എല്ലാവരും ഒരുമിച്ച് കൂടും. അപ്പോൾ അവിടെ ഗാനമേളയുണ്ട്, റിയാലിറ്റി ഷോയുണ്ട്. അവിടെ ഗാനം പാടുന്നതാരാ? യേശുദാസല്ല, ഇതു പ്രതാപല്ല, അഫ്സലല്ല, മഹാനായ നബിയുല്ലാഹി ദാവൂദ് നബിയുടെ സംഗീത കച്ചേരിയുണ്ട്. ആ സമയത്ത് ഹൂറി പെണ്ണുങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പുരുഷന്മാരെ നൃത്തം വിട്ടും എന്ന് പറഞ്ഞിട്ട് നൃത്തം ചവിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഇനിയുണ്ട് സ്വർഗത്തിൽ ഒത്തിരി, ഇപ്പോഴും കാണുമ്പോൾ പറയാം. അങ്ങനെ സ്വർഗത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുമ്പോ അല്ലാഹു നമുക്ക് സ്വർഗം തരുമാറാകട്ടെ. ആ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നിന്റെ കണ്ണുകൊണ്ട് തുറന്നു നോക്കിക്കോ. സ്വർഗത്തിലെ അവസാനത്തെ ആഗ്രഹം അല്ലാഹുവിന്റെ ലിഖായിനെ കാണല. സഹോദരങ്ങളെ, കണ്ണെന്ന വിഷയം ഞാൻ അവസാനിക്കുന്നു. കണ്ണുറപ്പ് തന്നതെന്തിനാ? ദുനിയാവിൽ വെച്ച് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണണം. സ്വർഗത്തിൽ പോയിട്ട് അല്ലാഹുവിന്റെ ലിഖായിനെ കാണണം. അവിടെ ചെന്ന് റബ്ബിന്റെ ലിഖായിനെ കാണാൻ 5 നേരം നമ്മൾ നിസ്കരിച്ചതാർക്കു വേണ്ടി, നോമ്പ് പിടിച്ചതാർക്കു വേണ്ടി, ഹജ്ജ് ചെയ്തതാർക്കു വേണ്ടി? അല്ലാഹുവേ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ തജല്ലിയായ നൂറ് കണ്ടിട്ടില്ല. മുത്ത് റസൂല് പറഞ്ഞു, 14 രാവിലെ പൗർണമി ചന്ദ്രൻ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങളെ റബ്ബിന്റെ ലിഖായിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടാനന്ദിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ ഇഷ്ടം അല്ലാഹുവോടാകട്ടെ, നമ്മുടെ കൽബ് റബ്ബിലേക്കാകട്ടെ, നമ്മുടെ കണ്ണ് റബ്ബിനെ കാണാൻ കൊതിക്കട്ടെ, അവന്റെ മഅരിഫത്തിലേക്ക് നമ്മുടെ ഹൃദയം മടങ്ങട്ടെ. എന്നിട്ട് അവസാനം കണ്ണ് തുറന്നിട്ട് പടച്ച റബ്ബിന്റെ തജല്ലിയായ നൂറിനെ കാണുമ്പോ, അല്ലാഹുവിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കുമ്പോ നമ്മുടെ കണ്ണ് തുറന്നിട്ട് എന്റെ അല്ലാഹ്, എനിക്ക് രോഗം വന്നിട്ട് അല്ലാഹ് എന്നെ ശിവയാക്കി തന്ന അല്ലാഹ്, ഞാൻ ആരോട് കരഞ്ഞോ എന്റെ അല്ലാഹ്, എന്റെ നിസ്കാരപ്പായിൽ ഞാൻ ആരുടെ പേര് വിളിച്ച് കരഞ്ഞോ എന്റെ അല്ലാഹ്, എന്റെ നിസ്കാരത്തിൽ ഞാൻ ആരോട് പ്രതിജ്ഞ ചെയ്തോ എന്റെ അല്ലാഹ്, എനിക്കെന്റെ മക്കളെ തന്ന അല്ലാഹ്, എനിക്കെന്റെ ഭാര്യയെ തന്ന അല്ലാഹ്. റബ്ബേ, ഞാൻ ഇതുവരെ കൊതിച്ചതൊന്നും ഞാൻ കൊതിച്ചതല്ല. എന്റെ ഒരൊറ്റ കൊതി നിന്റെ നൂറിനെ കാണലാണ്. നാളെ സ്വർഗത്തിന്റെ ലിഖാ കാണാനാണ് നമ്മുടെ കണ്ണിനെ തന്നത്. അല്ലാഹുവിന്റെ ലിഖായിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ സഹോദരങ്ങളോട്, അല്ലാഹു ഈ കണ്ണുകൊണ്ട് ലിഖായിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ.
അതിനൊറ്റ കാര്യം, ലോകചരിത്രത്തിന്റെ പ്രണയകാവ്യമാണ് ലൈല മജ്നൂൻ. ആ മജ്നൂനൊരു പാട്ടുമായിരുന്നു. ലൈലയോട് സ്നേഹം കൂടിയപ്പോ മജ്നൂനൊരു പാട്ടുപാടി, വകൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാ ഫമാ തഖറത്ഹാ ബിൽ മതാമി. കണ്ണിനെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വകൈഫ തറാ ലൈല, എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് എന്റെ കാമുകിയായ ലൈലയെ കാണുക? ലോകത്തിന്റെ പല പെണ്ണുങ്ങളെ നോക്കിയ കണ്ണാണ് എന്റെ കണ്ണ്. ആ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ കാണാൻ പറ്റുമോ? ലൈല മജ്നൂന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ്, ലൈല ഇതേവരെ മജ്നൂനെ കണ്ടിട്ടില്ല, മജ്നൂൻ ലൈലയെയും കണ്ടിട്ടില്ല. കണ്ണുകൊണ്ട് കാണാത്ത ദിവ്യപ്രേമമാണ് അവരുടേത്. ഈ ലൈലയാണെങ്കിലോ കറുകരത്ത ഏത്തോപ്യക്കാരിയായ കറുമ്പി പെണ്ണാണ് ചരിത്രത്തിന്റെ ലൈല. ആളുകൾ ചോദിച്ചടാ പൊട്ട മജ്നൂനെ, പ്രേമം മൂത്തവൻ മജ്നൂനായതാണ്, പൊട്ടനായതാണ്. അവന്റെ പേര് കൈസ് എന്നാണ്. കൈസേ, ഈ കറുകറുമ്പി ഏത്തോപ്യക്കാരി പെണ്ണിനെ നീ പ്രേമിക്കുന്നതെന്താ? അവള് കറുമ്പിയല്ലേ? അപ്പൊ മജ്നൂൻ പറഞ്ഞു, യഖൂലു ലൈല അസ്വദുൻ ഹബ്ശിയ ലൗലാ തവാദുൽ മിസ്കി മകാന ആലിയ. ഇവരന്റെ പെണ്ണായ ലൈലയുടെ കറുപ്പിനെ കുറ്റം പറയുന്നു. മിസ്കിന് കറുപ്പുള്ളത് കൊണ്ടല്ലേ ലോകത്ത് വരെ കിട്ടിയത്, അതുകൊണ്ട് എന്റെ ലൈലയുടെ കറുപ്പാണ് അവളുടെ സ്നേഹത്തിന്റെ കാരണം. ഇങ്ങനെ പ്രേമിച്ച മജ്നൂൻ പാടിയതാണ്, വകൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാ ഫമാ തഖറത്ഹാ ബിൽ മതാമി. പല പെണ്ണുങ്ങളെ നോക്കി എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് എന്റെ യഥാർത്ഥ കാമുകി ലൈലയെ നോക്കുന്നത്? എന്റെ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കിയാലേ ഞാനിനി എന്റെ ലൈലയെ നോക്കുകയില്ല. എന്റെ മറ്റു പെണ്ണുങ്ങളെ നോക്കി എന്റെ കണ്ണ് ശുദ്ധമാണ്. അവസാനിപ്പിക്കുന്നു മുഅ്മിനേ, ചെറുപ്പക്കാരാ, ഈ പദ്യം പറഞ്ഞിട്ട് ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ലോകത്തുള്ള മുഴുവൻ ഹറാമുകളും കണ്ട നിന്റെ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാതെ നീ എങ്ങനെയാണ് റബ്ബിന്റെ നിക്കാഹിനെ കാണുക? ഈ കണ്ണുകൊണ്ട് റബ്ബിന്റെ നിക്കാഹിനെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പാപമോത്ത് കരഞ്ഞ് നിന്റെ കണ്ണിനെ ശുദ്ധമാക്കണം. എന്നിട്ട് റബ്ബിന്റെ നിക്കാഹിനെ കാണാ കണ്ണിനെ പ്രാപ്തമാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ണ് എന്ന വിഷയം അതിന്റെ 4 പാഠങ്ങൾ പഠിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ.